അത്യുന്നതൻ്റെ മറയിൽ ഇരിക്കുന്നവനും ദൈവത്തിൻ്റെ നിഴലിൽ മഹത്വപ്പെടുത്തുന്നവനുമായ മനുഷ്യ, നീ കർത്താവിനോട് എൻ്റെ ശരണവും എൻ്റെ സങ്കേതസ്ഥലവും ഞാൻ ആശ്രയിച്ചിരിക്കുന്ന ദൈവവും നീയാകുന്നുവെന്ന് പറയുക. എന്തെന്നാൽ താൻ വിരുദ്ധത്തിൻ്റെ കെണിയിൽ നിന്നും വ്യർത്ഥ സംസാരത്തിൽ നിന്നും നിന്നെ രക്ഷിക്കും. തൻ്റെ തൂവലുകൾ കൊണ്ട് നിന്നെ രക്ഷിക്കും. തൻ്റെ ചിറകുകളുടെ കീഴിൽ നീ മറയ്ക്കപ്പെടും. തൻ്റെ സത്യം നിൻ്റെ ചുറ്റിലുമായതുമായിരിക്കും. നീ രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന വചനത്തെയും ഉച്ചയിലൊതുന്ന കാറ്റിനെയും ഭയപ്പെടേണ്ട. നിന്റെ ഒരു ഭാഗത്ത് 1000 നിന്റെ വലതുഭാഗത്ത് 10,000 വീഴും, അവ നിന്നിലേക്കടിക്കുകയില്ല. എന്നാലും നീ നിന്റെ സ്വന്തം കണ്ണുകൊണ്ട് തന്നെ നോക്കി ദുഷ്ടന്മാർക്കുള്ള പ്രതിഫലം കാണും. എന്തെന്നാൽ ഉയരങ്ങളിൽ വാസസ്ഥലമാക്കിയ എൻ്റെ ശരണമായ കർത്താവ് നീയാകുന്നു. ദോഷം നിന്നോടടുക്കുകയില്ല, ശിക്ഷ നിന്റെ കൂടാരത്തെ സമീപിക്കുകയുമില്ല. നിന്റെ സകല വഴികളും നിന്നെ കാക്കേണ്ടതിനായിട്ട് അവൻ നിന്നെക്കുറിച്ച് തൻ്റെ മാലാഖമാരോട് കൽപ്പിക്കും. നിന്റെ കാല് ഇടറാതിരിപ്പാൻ അവരുടെ ഭുജങ്ങളിൽ നിന്നെ വഹിക്കും. ഗോർസ സർപ്പത്തെയും ഹെർമോന സർപ്പത്തെയും നീ ചവിട്ടും. സിംഹത്തെയും പെരുമ്പാമ്പിനെയും നീ മെതിക്കും. അവൻ എന്നെ അന്വേഷിച്ചതുകൊണ്ട് ഞാൻ അവനെ രക്ഷിക്കും. അവൻ എൻ്റെ നാമം അറിഞ്ഞതുകൊണ്ട് ഞാൻ അവനെ ബലപ്പെടുത്തും. അവൻ എന്നെ വിളിക്കും, ഞാൻ അവരോട് ഉത്തരം പറയും. ആപത്ത് കാലത്ത് ഞാൻ അവനോട് കൂടിയിരുന്ന് അവനെ ബലപ്പെടുത്തുകയും ബഹുമാനിക്കുകയും ചെയ്യും. ദീർഘായുസ്സുകൊണ്ട് ഞാൻ അവനെ തൃപ്തിപ്പെടുത്തും. എൻ്റെ രക്ഷ ഞാൻ അവനെ കാണിക്കുകയും ചെയ്യും.